ഹലോ ഗായ്സ്, അപ്പൊ എന്താ പരിപാടി? നമ്മള് ഷാജുവിന്റെ നിക്കായിന് പോവാണ് മക്കളെ. ഷാജുവിന്റെ നിക്കാഹ് ഇത്രയും കാലം ഒന്നും എല്ലാം ഒളിപ്പിച്ചു വെച്ച് ഇന്ന് ഷാജുവിന്റെ നിക്കാഹാണ്. ആശിച്ച് മോഹിച്ച് നിക്കാഹ് കിട്ടി ഷാജു ഷാജഹാന് നിക്കാഹ് പേര് ആയിഷമ്മൂനെ ഇന്ന് നിക്കാഹ് ചെയ്യാ വണ്ടി എടുത്ത്. അപ്പൊ ഗായ്സ് നമ്മള് എന്താ പോയോണ്ടിരിക്കാണ്. ആദ്യം നമുക്ക് എവിടെയാണ് പരിപാടി? പന്നിമറ്റത്തിൽ പന്നിത്തടത്തുനിന്ന് കുറച്ചുകൂടി പോയാൽ തൃശ്ശൂരല്ലേ? അതെ, ഏകദേശം നമുക്ക് 54 കിലോമീറ്റർ നമ്മൾ പോണം. ആദ്യം ഷാജുവിന്റെ വീട്ടിലേക്ക് പോണു. അവിടുന്ന് നേരെ പന്നിത്തടന്നാണ്. ഈ പന്നി വന്നു ചോദിച്ചാൽ എന്തോ സ്ഥലത്തിന്റെ പേര് പന്നിത്തടന്ന. ഓക്കെ, അപ്പൊ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് ഷാജുവിന് പെണ്ണിട്ടീനെ പറ്റി പറയാല്ലേ? ഷാജുവിന് പെണ്ണിട്ടില് ആ ഒരു ഷോക്കിന് ഞങ്ങൾ ഇതുവരെ നീക്കിട്ടില്ല. അതെ, ഷോക്കിലാണ്. എങ്ങനെയാ ചെക്കനത് കിട്ടിയെന്ന് അറിയില്ല. പിന്നെ ഒരാൾ എന്നാലും കുയില് വീണു, അപ്പൊ അടുത്താള് വീണോട്ട് വിചാരിച്ച് ഞങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്തു. ഷാജുവിന് ഇതിന് വലിയ പണി ഉദ്ദേശിച്ചിട്ടല്ല. ഇനിയിപ്പോ ഷാഹിദ് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു പെണ്ണില്ലാത്തോണ്ട് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെപ്പോ ഞാൻ എന്നെക്കാളും മൂത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ ആയി കെട്ടിയിട്ടില്ല. എന്നിട്ടാണോ പറയുന്നത്? ഇവിടെ 30 വയസ്സായ ആള് 30. അതെ അതെ. അപ്പൊ നമ്മള് ഗായ്സ് പോയോണ്ടിരിക്കാണ്. ഷാജുവിന്റെ അവിടെ എത്താനായോ? ഇല്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞെത്തും. ഇങ്ങക്ക് കുറച്ചേരോട് ഇങ്ങോട്ട് തിരിച്ചാലേ നിങ്ങളൊരു മണിക്കൂർ ഇത് പറഞ്ഞു തരുന്ന പോലും ഒന്നുമില്ല. ഇത് മാത്രം ഫസ്റ്റ് പാർട്ടാക്കിയാൽ. അപ്പൊ നമ്മള് പോയോണ്ടിരിക്കാണ്. ഇതാ എത്തിയിട്ടുണ്ട്. നമ്മള് കല്യാണം അവിടെയാണ്. ഇവിടെ ജിമ്മുണ്ട്. അപ്പൊ ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, സജു ഞാൻ നേരത്തെ എത്തിയില്ലേ? എടാ ഇവിടുന്ന് ഇതെന്താ ഇവിടെ? കുളിച്ചുകൂണോ? അല്ല കുളിച്ചുകൂണോന്നല്ല, എന്നെ വിളിച്ചുകൂണോന്ന്. അയ്യവ അടിപൊളിയായാലോ. വ്ളോഗൊക്കെ ഉണ്ട്. ഇഞ്ച കൂട്ടിന്ന് കാത്തി കയറല്ലേ. സെറ്റ് എന്ത് പറയാനുണ്ട് ആൾക്കാരോട്? സിംഹത്തിന്റെ ഷർട്ട് എങ്ങനെയുണ്ട്? സിംഹത്തിന്റെ ഇഷ്ടായോ? അടയിലുണ്ടൊക്കെ വരുന്നുണ്ട്. വയറ്റിലുണ്ടേ. മുടി കൊണ്ടുപോയി അതിമെന്നാണ് ചാടിയത്. അതേമാതിരി ഇഞ്ച മുടി ഇപ്പാക്കി തരണം. രണ്ടാക്കി തന്നാണ്ടല്ലോ. ആ തുപ്പ നിർത്തിക്കളാ. നമ്മള് ഷാജുന് മേക്കപ്പ് ചെയ്യുന്നത് സിദ്ദീഖ് ക്യാപ്പില്ലോ. നമ്മൾ 1.5 മണിക്കൂർ വ്ളോഗാണ് കരുതുന്നത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് 1 മണിക്കൂർ വ്ളോഗ് ഇടുകയാണ്. 1 മണിക്കൂർ വ്ളോഗ് ഇടുകയാണ് നമ്മൾ. ഈ വീഡിയോ 1 മണിക്കൂറാക്കും. അതെ, നമ്മൾ സ്ട്രീമേഴ്സിനൊക്കെ അപ്പുറം പോകും. 1 മണിക്കൂറാക്കണോ 2 മണിക്കൂറാക്കണോ? 1.5 മണിക്കൂറാക്കണ്ടോ? 1 മണിക്കൂർ. 1 മണിക്കൂർ നമ്മൾ ഇതാക്കും. ഷാജുവിന് പെണ്ണിട്ടിട്ടുണ്ട്. 1 മണിക്കൂർ വരെ 1 മണിക്കൂർ നിന്ന് വരും. കട്ടിങ്ങോ ഒന്നുമില്ല. ഷാജു ഷെഡ് ഇടുന്ന വരെ വ്ളോഗിൽ വരും. നോക്കട്ടെ. എന്നിട്ട് എന്തൊക്കെയാ വർത്താനം? കരാട്ടക്കാരനൊക്കെ ഉണ്ടല്ലോ. അതെ, നമ്മുടെ വിഷ്ണു എത്തിയിട്ടുണ്ട്. ഒരു കരാട്ടക്കാരനെ പോലെ അദ്ദേഹം കരാട്ടക്കാരൻ പോട്ടിട്ട് പോലെ. ഇതൊന്ന് ബാക്കിൽ കിരിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഇഞ്ച ചെയ്ത് തരണം കേട്ടോ. നോക്കട്ടെ എന്നോ എന്ത് സമയണ്ടെങ്കിൽ ഞാൻ പണ്ട് വരുള്ളൂ. ആൾക്കാർ ഇവിടെ ബസ്സുകാരെ വിളി. ആൾക്കാരൊക്കെ പുറത്താണ് പൊയ്ക്കോട്ടെ. ഇത് ടൈമില്ല. പൊയ്ക്കോട്ടെ, പോണോല് പൊയ്ക്കോട്ടെ. എന്തിനാ അത് വെറുതെ ഒക്കെ പാടങ്ങ നിക്കണേ? പോണോല് പോയിക്കൂടെ? ഒരാള് വെറുതെ നിക്കണേ. ബസ് ഒന്ന് പോകാണെങ്കിൽ പോയിക്കോട്ടെ. എവിടെ? ഹലോ
സംതിങ് എവിടെ സംതിങ് ന്യൂ 11:30 ആകുമ്പോ 11:30 ഒന്ന് എത്തിട്ടോ. നിങ്ങൾക്ക് ആഹാരം 15 മിനിറ്റ് ഉള്ളല്ലോ. അപ്പൊ ആശയൊക്കെ നേരത്തെ വന്നു. ഷാജുവിന് ഏറ്റവും വലിയ പേടിയായിരുന്നു. എന്ത് പത്തിരി നമ്മക്ക് കിട്ടിയിട്ടില്ലല്ലോ ഷാജു? അടിയില് പത്തിരി ഉണ്ടോ താത്താ? പത്തിരി എടുത്താല് പത്തിരി ഉണ്ടോ അടിയില്? കഴിച്ചു തരാം. പത്തിരി ഉണ്ടോ അടിയില്? ഉണ്ടാവും പോയൊക്കെ എന്താ ഇത് വെക്കൂല? നല്ലയാ. ഇത് ഷാജുവിന്റെ അന്ത്രാനാണ്, അനിയൻ. കൈയുണ്ട് ഇങ്ങായി. എന്നാ എന്റത് ഇതുപോലെ വേണ്ട നമുക്ക്. ഇത് ഷാജുവിന്റെ അളിയൻ. ഹായ് അളിയ. എന്താ എനിക്ക് വേണ്ടേ? ഇതെന്താ ഓണപ്പരിപാടിക്കാ പോണേ? അവിടെ നിക്കാണ്, ഓണപ്പരിപാടിയല്ല. ഇതെന്താ ഓണപ്പരിപാടിക്കാ പോണ? തുണിയൊക്കെ അതാണെങ്കി ഏതാ തുണി നോക്ക. പോരെ കമ്പനി അടിയിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? ഹലോ ഹലോ, സുന്ദരി ആയിക്കണല്ലോ. നമ്മൾ പത്തിരി തിന്നാൻ പോകുന്നു. പത്തിരി ആ ഷാജു മാറ്റാ. ഇത് പത്തിരി. ഇത് ആശിനെ കാണാത്തവര് കണ്ടോളി. എന്ത് തൈ എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട് നമ്മളെ. ഷാജുന്റെ അനിയനെ കൊറേ കാട്ടി കൊടുത്തത്. ഷാജുന്റെ അനിയൻ പിന്നെ എന്റെ വാഴ. ഇനി അടുത്ത നമ്മളെ മുടി ശരിയാക്കിയാണ്. സൗണ്ട് ഉണ്ടാക്കില്ലേ? ഇതാണ് മെയിൻ ബ്ലോഗ്. ചെക്കിങ്ങാണല്ല, ഞാൻ പുതിയ ഷർട്ട് ഇട്ടുന്നുള്ളൂ. നമ്മ ഷാജുവിനെ എനിക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം. എന്താ ഞങ്ങൾ നാട്ടുകാരാണ്. ഷാജുവിന്റെ നിക്കാഹ്. ഷാജുവിന്റെ നിക്കാഹിന് ഷാജു രാവിലെ നിൽക്കുന്നത് പുള്ളിത്തുണിയും പെണ്ണാരാന്ന് കേട്ടാ നെട്ടും. നമ്മള് പാന്റ് ഇട്ട് കൊടുക്കാൻ നമ്മളെ കൂട്ടത്തിൽ ഒരു തിരുമാറുണ്ടായി പെണ്ണിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു കിട്ടി. സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് ഞാൻ ഉണ്ടാക്കാം. ആ കൗത്തത്തെ ചങ്ങല അയക്കണം കേട്ടോ. അതിടണ്ടോ? അത് ഓനങ്ങനെയൊക്കെ പറയും. എനിക്കത് ഇതാണ് ഷാജുവിന്റെ ഡ്രസ്. അയ്യ എന്താ അടിപൊളി ഡ്രസ്, നല്ല രസമുള്ള ഡ്രസ്. കൊഴപ്പല്ല എട്ടോളി. ഞമ്മക്ക് ഇത് മുടിയിലോട്ടായി കൊടുക്കുന്നേ തന്തയൊക്കെ ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 1.5 മണിക്കൂറോ? ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? ഇതാ ഷാജുവിന് ക്യാമറ എടുക്കണം. എന്നാലും എന്നെ സമ്മതിച്ചാണ് കേട്ടോ. ക്യാമറന്റെ ബാറ്ററി ഒക്കെ മറന്നു വരികയെന്ന് പറഞ്ഞാ എടാ എനിക്ക് എടുക്കാൻ പറ്റട്ടോ. പിന്നെ ആരാ ക്യാമറ എടുക്കാൻ വിളിച്ചേ? ഇട്ടിട്ടില്ല അത്ര.
എന്തത് അതൊക്കെ സ്ട്രൈറ്റ് ആണ് നിങ്ങൾ എടുത്താൽ മതി. ഇജ്ജെന്തിനൊപ്പം നിൽക്കണ എന്റെ വീഡിയോ ശരിക്കും കിട്ടിയിട്ടില്ല. അല്ല ഫോട്ടോ ശരിക്കും കിട്ടിയിട്ടില്ല. ക്യാപ്പ് എന്റെ മുടി ഒന്ന് ശരിയായിക്കോട്ടാ. അല്ല എന്റെ മുടിക്ക് നല്ല ബഹുമാനം പൊന്തി കിട്ടി. ആ രാംരാജിന്റെ പരസ്യത്തിലുള്ള ചങ്ങായിനെ ഇങ്ങോട്ട് മാറ്റിക്ക. ഇല്ല ഇല്ല ഒന്നുമില്ല. അല്ല ഒന്നും തിന്നല്ല. അപ്പൊ നമ്മളെ മുടി സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ്. ക്യാപിലോ ബ്യൂട്ടി സെറ്റ് ആക്കി. അതെന്താ താടി കുറിപ്പിച്ച എന്തേലോ കാട്ടി താടി മോഹം കുറിപ്പിച്ചാണ്. ഷാജി ചെരുക്ക് പേടിയൊക്കെ ഉണ്ടാവും. ഷാജി ചിരിക്ക്. ഷാജി ചിരിക്ക്. ഷാജി ചെറുക്ക്. ഷാജി അങ്ങോട്ട് പോയി ചിരിച്ചു. എന്ത് കാരണവന്മാര് എന്ത് രസം ഞങ്ങൾക്ക് കാണാന്. ഇപ്പൊ അവിടുന്നൊക്കെ ബാക്കപ്പ് വീട് ഫോട്ടോ എടുക്കുന്നത് ഫോണില് കാണുന്നുണ്ട്. അപ്പൊ ഷാജി എല്ലാരോടും യാത്ര പറയാണ്. ഷാജി എല്ലാരോടും സലാം പറയാ. ബർക്കത്ത് ഉണ്ടാവട്ടെ. ഒന്ന് കരയൊക്കെ ചെയ്തോളാം. സമതേ നിങ്ങക്കെന്താ പറയാലോ? എന്റെ മഹർബയുണ്ട്. മുഖമൊന്നും കാര്യത്തില്ല. മുഖം നോക്കി വെളുത്തിട്ടില്ല. പെണ്ണിനെ ആരും കണ്ടില്ലല്ലോ. പെണ്ണിനെ കണ്ട ചിലപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്ന ആളൊക്കെ. അല്ല എല്ലാവർക്കും അറിയുന്ന ആള്. ഇതൊന്നും കണ്ടിട്ടേ അല്ല. അഭിനയം വല്ലാത്ത അഭിനയം വേണ്ട. ഒരുമാതിരി കിടക്കുമ്പത്തെ അഭിനയം അഭിനയിക്കും. രാമി എന്താ പറയാ? രാമി പറ എന്താണ് ഷാജുവിന്റെ നിക്കാഹിനെ പറ്റി പറയാനുള്ളത്? ഇവിടെ നിൽക്കുന്നവര് മുമ്പ് പോയി ഒന്നും പറയാനില്ല. നിക്കാഹ് കഴിഞ്ഞിട്ട് അറിഞ്ഞോളൂ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങള് പറഞ്ഞു വരുന്നത് കുറിച്ച് എന്താ പറയാ? ഷാജുവിന്റെ നിക്കാഹാണ്. ഓക്കെ സാജു അതാ പൊളിച്ചു. ഷാജു ഉസ്താദിനോട് പോയിട്ട് ഉസ്താദ് നിങ്ങൾ പോരുന്നില്ലേന്ന്. പിന്നെ ഉസ്താദ് ഇല്ലാതെ ഉസ്താദ് പിന്നെ എന്റെ വലിയ ഷാജു ഓക്കെ അല്ലേ?
പേടി ഇതൊന്നുമില്ലല്ലോ. ഇല്ലല്ല, സെറ്റാണ്. നല്ല ഫിറ്റ് ആയി കണ്ടു. ഫോണൊന്നും കീസിൽ ഇടല്ലേ? എന്താ ഗ്ലാസ് ഇല്ലാണ്ട് ഇതൊന്നും ഇട്ടോടുത്തത് ഗ്ലാസ് ഇടറാ. കൂളിംഗ് ഗ്ലാസ് ഇട്ടോണ്ടിട്ടോ ഇറങ്ങുമ്പോ. അതാ നമ്മുടെ അൽമൽക്കയുടെ. ഇത് പിന്നെ അങ്ങാടി പൈക്കള മാറ്റി രണ്ടെണ്ണം. വാലേക്കും സലാം. ഷാജു പോരെ, ഞാൻ എൻ്റെ അപ്പ. വിഷ്ണു എത്തിയിട്ടുണ്ട്. അതാ എന്ത് മുടിയൊന്നും കാട്ടിട്ടില്ലേ? പക്ഷെ ദരസ എനിക്ക് മുടി അയച്ചറിയ അടിപൊളിയാവുന്നു. എന്നോട് എന്ത് പറഞ്ഞു നേരത്തെ തരാൻ പറഞ്ഞില്ലേ? അല്ല, നേരത്തെ വരുമ്പോ ഇടയിൽ കൂടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക. അപ്പൊ അയാൾ പാവം കണ്ടിങ്ങനെ അതാ ഷാജുവിന്റെ കൂട്ടുകാർ പടക്കം പൊട്ടിക്കും. ഷാജുവിന്റെ കോസ്റ്റ്യൂം റേറ്റ് എത്ര ഉണ്ട്? എത്ര തരും? എന്ത് നിങ്ങളെ കമ്പനിക്കാരൊക്കെ എന്താ കജ്ജില് പടക്കമൊന്നുമല്ലല്ലോ? വണ്ടിയിൽ വെച്ചോ? ഉഷാറാവണം കേട്ടോ, പേടിച്ചൊന്നും ചെയ്യരുത്. ടെൻഷൻ വന്ന ഫോട്ടത്തിലും ഇതിലും രസം പോകും. എന്തേ ായിരിക്കും. ഇതാ ഷാജുവിന്റെ കൂട്ടുകാരെല്ലാം ഒരു ബാബയുടെ സ്ഥാനം കണ്ട് നീലക്കുയിലില്ലാത്ത പരിഭവം ഞാൻ ആർക്കും വരുത്തില്ല. എല്ലാരും ഇതെന്താ ഒക്കെ പോയി. അപ്പം മാഷാ അല്ലാ, ഉഷാറായി വരട്ടെ. ഷാജു വേണ്ട നോക്കണ്ട അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഇതിനോട് എത്തിയിട്ടുണ്ട്. അർഷാദ് ഉണ്ട്. ആ എവിടെയായിരുന്നു? എന്തൊക്കെ ഇത് നമ്മളെ ഷാജിക്കാക്കു വിറക്കുണ്ടല്ലോ. പേടിച്ചിക്കണേ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനാണ് നാം ഇവിടെ കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നടക്കുന്ന ഈ വിവാദത്തിൽ എല്ലാ അർത്ഥത്തിലും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാം മത വിശ്വാസികളുടെ ആഘോഷത്തിന്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന പല കാര്യങ്ങളും അതിനിടയിലാണ് ഇങ്ങനെ ഒരു നിക്കാഹ് ഇവിടെ സംഘടിപ്പിച്ച് കാണാൻ കഴിയുക. അവിടുത്തെ ഭാര്യമാരെ ചരിത്രമാണ്. ഇന്ന് വർത്തമാന കാലഘട്ട സാഹചര്യത്തിൽ ഇന്ന് കോടതികളിൽ ഏറ്റവും അധികം കെട്ടിക്ക തന്നെയല്ല അവരുടെ അവരുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ വിട്ട് ബോധത്തോടുകൂടെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതമൊക്കെ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിതം മനസ്സമാധാനത്തിലാവണമെങ്കിൽ എല്ലാവർക്കറിയാം വളരെ പരിശുദ്ധമായ കർമ്മമാണ് ഈ കാലം പറയുന്നത്. നമുക്കറിയാം പള്ളികളിൽ വെച്ച് അനാവശ്യ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. ആ പള്ളികളിൽ വെച്ചിട്ടാണ് ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح فقال مخبرا وآيبا إن يكونوا فقراء يغنيهم الله من فضله والله واسع. മകൾ എന്റെ മകളുടെ തന്റെ മകൾ അയാളല്ല. എന്റെ മകൾ وتسريجها بهذا المعين المذكور ورضيت به പഠിച്ചു വന്നിട്ടാണ്. സ്വീകരിച്ചിരിക്കുന്ന താങ്കളുടെ മകൾ ആശയ എന്നവരെ ഈ സ്വർണ്ണാഭരണം മുഹറയിൽ നിക്കാഹ് ചെയ്ത് തന്നതിന് ഹലാലാക്കി കൂട്ടിച്ചേർത്ത് തന്നത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഇപ്പോഴുണ്ടോ ഫീൽഡിൽ? ഒരു ഇതിന് വേണ്ടി പറയല്ല, ചക്കക്കൂട്ടാ തിന്നുന്ന മാതിരി തിന്നല്ലേ. ഷാജി കെട്ടിപ്പിടിച്ചു. ആളോ പറയും നോക്കിട്ടില്ലേക്ക് ആദ്യം അപ്പൊ നമ്മളെ കൂട്ടുകാരെല്ലാവരും കെട്ടിപ്പോകാനുള്ള ആശയെ എല്ലാരും ഓന്റെ കൂടി ഒന്ന് കാണുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, ഷാജുവിന്റെ ഇനി ഞങ്ങൾ കാത്തിരുന്ന കല്യാണം. അവിടെ ചോറ് എടുക്കലും എടുത്തിട്ടുണ്ട്. എല്ലാരും പോയിക്കോളി. അവിടെ ഫുഡ് കഴിക്കണ്ടോലൊക്കെ പെട്ടെന്ന് പോയി കഴിക്കുക. അടിപൊളിയായോണ്ട് രണ്ട് ലൈഫൊക്കെ അടിപൊളിയാണ്. ആ മുഖത്തേനുണ്ടല്ലോ ഒരു സങ്കടം. അടിപൊളിയാണ് അടിപൊളിയാടാ അത്. ഏയ് ഞങ്ങളെ ഷാജി ഏയ് ഏയ് ഞങ്ങളെ ഷാജി ഏയ് ഏയ് ആക്കണോ 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 ഷാജി ഷാജി ഫാൻസ് ഷാജി ഫാൻസ് ഷാജി ഫാൻസ്. ആര് കാക്കാക്ക് 45 വയസ്സുണ്ട്. ഉണ്ടാവും മക്കളെ എനിക്ക് എത്ര വയസ്സുണ്ടാവും നിങ്ങൾ പറയും? 38-39 വയസ്സുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാ പറഞ്ഞോണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ അയക്കൂ. അവനെ കുട്ടിക്ക് 6 വയസ്സായിക്കോളും. എന്നിട്ട് വന്നിക്ക എവിടെയും നായി പറ്റിയല്ലേ? താടി പഠിച്ച ആൾക്കാരെ ഷാജി എന്താ ബിസിയാണ് കൊണ്ട് ഷാജി. അതാ നമ്മളെ ഷാജി അവിടെ ഇരുന്നോ? ഇനി പണിയൊന്നുമില്ല, അവിടെ ഇരിക്ക്. ഗൈസ് നമ്മളെ ഷുഗർ ഫിൽസിന്റെ പുതിയ ഐറ്റംസ് ഇത് സ്റ്റേജിൽ നിന്ന് ഇപ്പൊ കടു തരും. കാക്കത് എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ഇത്തിരി ഒരു ഇത്? അത് ഞങ്ങള് എങ്ങനെ ഉണ്ടാക്കി ഇതൊക്കെ? നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഷാജുവിന്റെ ഗ്യാങ്. നിന്റെ പൊന്നിന്റെ നിക്കാഹാണ് അല്ല രാജു?
പേടിയുണ്ട് എനിക്ക്. എന്റെ മുഖത്ത് എന്താ ആകെ ടെൻഷൻ അടിച്ച്. ടെൻഷൻ ഉണ്ടാകും. ഇവിടൊക്കെ പിന്നെ ആൾക്കാർ കുറവാ. ഇവിടൊക്കെ ആൾക്കാർ കുറവാ അല്ലേ? ഇതൊക്കെ ആവുമ്പോ എത്ര ഒരു ജനക്കൂട്ടം മൊത്തം ഉണ്ടായിരുന്നു. പറയാത്തവരടക്കം വന്നിരുന്നു. എന്റെ പരിപാടിക്ക് ഞാൻ വിളിച്ചത് നമുക്ക് എന്തെങ്കിലും വർത്താനം പറയാം. ഞങ്ങൾ ഷാജുവിനോട് വർത്താനം പറയുന്നതാണ് നിങ്ങൾ ഈ വ്ളോഗിൽ. ഞങ്ങളെ പോട്ടം അപ്പൊ ഫുഡ് നമുക്ക് തന്നിക്കണ നമ്മളെ റോയലാണ്. മറ്റേ നല്ല ഗോൺ ചിക്കൻ അല്ലേ ഇത് കട്ട കിട്ടോ? ആ ചിക്കൻ അല്ലേ? ആ കിട്ടോ. റൈസ് ഒരു കുറച്ചുകൂടി കിട്ടോ. ഇത് ഇടക്കിടക്ക് വരാനൊന്നും പറ്റില്ല. ഇത് വാങ്ങട്ടതേ. ഷാജാന്റെ ഫാൻസാണ്. ലൈവില് പൈസ കിട്ടിയോ? പൈസ കിട്ടിയോ? നിങ്ങളിങ്ങനെ വീഡിയോ കോൾ വെച്ച് ശല്യപ്പെടുത്തി അന്ന് ചോറുന്നാൻ പോകണട്ടോ. ബൈ ബൈ. ഓക്കെ. എന്താ പണ്ട് നീ കൂടി നമ്മള് പിന്നാലെ ചോറൊക്കെ വാങ്ങി തന്നെ നമുക്ക് പണ്ടേക്ക് ചോറൊക്കെ ഇപ്പൊ വിവാദം ആയിക്കോട്ടെ. നമ്മളെ ഷാജാനാണ്. ഷാജാനെ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഷാജാൻ ഇപ്പൊ ലൈവും കാര്യങ്ങളും? എന്താന്ന് അറിയില്ല മക്കളെ, വേറെ ലെവലാണ്. തൊപ്പിനോട് എന്താണ് പറയാല്ലേ? ഒന്നും അല്ല പറഞ്ഞ ഇനി ഒന്നും വേണ്ട. നമ്മളെ വിവാദ നായകന്മാരാണിത്. ഇതാ അൻഷിഫ് മൂനിക്കലുണ്ട്. ശ്രീ അൻഷിഫ് മൂനിക്കൽ. ഇതാ പോത്ത്. അല്ലാ ആരത്? മൈ വൈബ്സ് വന്നിട്ടുണ്ട്. കാണികൾക്ക് എൻട്രി ഉണ്ട്. വരി ഷാജുവിന്റെ എൻട്രി ഉണ്ട്. വരി നിങ്ങളെ മുമ്പിൽ കൂടണം. അത് കുഴപ്പമില്ല. അതാണ് നമുക്ക് കണ്ടത്. ആരത്? ഫ്രണ്ടോ? ഷാജുണ്ടുള്ളിൽ അങ്ങട്ടില്ലേ? അങ്ങട്ടില്ലേ? ആകണോ? ഇതിന്റെ കൂടെയാണ് കയറിക്കോ. ഹലോ ഹലോ. ഇവിടെ എൻട്രിയിലാണ്. വിവാദ നായകൻ അൻഷിഫ് മൂനിക്കൽ. മൂനിക്കലിന്റെ അഭിമാനം അൻഷിഫ്. ഇതിന് പേടിമുടി ചാടുന്നു. അവിടെ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനെ സ്റ്റേജിലേക്ക്. അതാ പാണ്ടിക്കാട്. പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാനെയും ക്ഷണിച്ചു കൊള്ളുന്നു. അതാ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. കുഞ്ഞാൻ കുഞ്ഞ മൊത്തം എവിടെയാണ്? വിവാദം ഉണ്ടാക്കി മണ്ടി കളിച്ച നിങ്ങളെ കമ്പനിക്കാരായിട്ട് പറഞ്ഞേ രാജാനായിട്ടാണ്. ആ പോയിക്കോളി. നീലക്കുയിലുണ്ട്. പോയിക്കോളി. ജെസ്സിയെ ജെസ്സി ഒരു ഹായ് തരൂ. ഹായ്. അത് വെട്ടിയാ മതി. നാല് ഷാജുവിനെ പറ്റി എന്താ പറയണേ? ഏ പാണ്ടി എടാ. ഏ പാണ്ടി. ഏ പാണ്ടി. ഷാഹിദ് അവിടെ ഇരിക്കുക.
ഏട്ടനെ പോലെ ഓടിച്ചെന്ന് പാണ്ടിക്കാട് ഗായ്സ് നമ്മൾ ജസ്ലിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഞാൻ ജസ്ലി രാവിലെ ഒന്ന് ഉടക്കിയിരുന്നു, അതാണ് വലിയ ഞാൻ മൈൻഡ് ഇല്ലാത്ത. ലാമിന്റെ പറയും ആ പറയട്ടെ, രണ്ടാമതും 5 പൈസക്ക് ഇല്ല അത്. ഗൈസ് ഇവരെ അറിയോ ഞങ്ങളെ കല്യാണത്തിന് ഒന്നും അറിയില്ല. നല്ല പേടിയാ പെണ്ണ് വരുന്നവരെ ഷാജു അടിപൊളിയൊക്കെ പറഞ്ഞു കൊടുത്താ മതി. അത് ഞാനും ജസ്ലിം വേണ്ടി ഇവിടെ പൊളിക്കായിരുന്നു. അൽമൽക്ക. ഓ ഇതെന്താ എരട്ട പറ്റത്? മനസ്സിലാക്കിയോ? ഇതെന്താ എരട്ട പറ്റോ? അല്ല എരട്ട പറ്റോ? സിംഹത്തിന് കാണിച്ചെടുത്തോ? കാട്ടിക്കൊടുത്തു പറഞ്ഞുകൊണ്ടാ സിംഹം ചെയ്തത് ബലാട്ടോ. ബലാണ് അൽമൽക്ക. അൽമൽക്ക അൽമൽക്ക. ഓ അതിനകത്ത് അൽമൽക്ക ആരാടാ? ഇല്ല ഒന്നും കട്ടിയില്ല. യൂട്യൂബ് കണ്ടുക്കണോ? ഇന്നെ പറ്റി എന്താ പറയല്ലേ? അടിപൊളിയല്ലേ? ഷാജി കൊണ്ടുപോയി. അപ്പൊ നമ്മളെ ഷാജുവിന്റെ വധു അനിയത്തിയെ പാട്ട് പാടുന്നേ. ഓളനിയത്തിയെ പാട്ട് പാടുന്നതേ. ആ ഷാജുവിന്റെ പെണ്ണിന്റെ അനിയത്തിയാണ് പാട്ട് പാടുന്നത് കേട്ടോ. ഇതെന്താ പ്രതിഭ മാറിക്കണേ? ഷാജി മണവാള അവിടുന്ന് മാറിക്കാള് വരാണ്ട്.
പല്ല് നിർത്തിയിട്ടില്ല. ഓക്കെ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഓൺ ആയിക്കോട്ടോ. ഇങ്ങോട്ട് നേരെ ഇത് മാറിന്ന ഇവിടെ ഒന്ന് പൊട്ടാണ്ട് ഞങ്ങൾ പറയാ സാധാരണ ഉണ്ടായിരുന്നല്ലോ. മക്കളത്തിന്റെ ഉള്ളിൽ കയറണ്ടേ? ഒന്നുമില്ല, വീഡിയോ എടുക്കട്ടെ. മണവാളന് ഡയമണ്ട് നെക്ലസ് കാണിച്ചു കൊടുക്കുക. മണവാളന്റെ ഡയമണ്ട് നെക്ലസ് കറക്റ്റ് നമ്മളത് കോപ്പി അടിച്ചതാട്ടോ. കറക്റ്റ് നമ്മളത് കോപ്പി അടിച്ചതാണ് സാധനം. കറക്റ്റ് കണ്ട നമ്മളെ കറക്റ്റ് കോപ്പി. ഇവിടാണോ സ്റ്റാച്ചു ആയി നിൽക്കല്ലേ? ചാറ്റാട്ടി കൊടുക്കാൻ വേറെ പേരുണ്ടല്ലേ റംലാത്തല്ലാണ്ട് വേറെ പേരുണ്ടല്ലേ? മൈമൂന മൈമൂന മൈമൂനാത്താന്ന് വിളിച്ചാലോ? ഷാജുനെ പത്രാസ് മൈമൂനാണ് ഇതെന്താ ഒരുങ്ങിക്കണ്. പത്രാസ് മൈമൂന പത്രാസ് മൈമൂന ഷാജു ഒരു കുലുക്കല്ലാണ്ട് ഇതൊന്നും എന്നല്ല എന്നുള്ള രീതിയിലാണ് ഷാജു വെക്കണ്. ഓ ചെക്കൻ്റെ എൻട്രി ആയി. അതാ ചെക്കൻ്റെ എൻട്രി ആയി. മാസം എൻട്രി. ഷാജു കൈ പിടിച്ച് കയറ്റ്. ഷാജി കൊണ്ടായി.
അറിയോ മൂന്നാള് മൈക്കലാണോ ഷാജിന്റെ വ്ളോഗ് പറഞ്ഞ ഷാജിന്റെ വ്ളോഗാണോ അജമ ഒന്ന് ചേർത്ത് അവിടെ കൂടെ ഈ മണമാണ അങ്ങനത്തെ ഒന്നും ഒരിക്കലും ചെയ്യരുത്. ഒരു കല്യാണത്തിന് വന്ന് അങ്ങനത്തെ ഇതൊക്കെ ചെയ്യണേ. അതാ ഷാജുവിന്റെ ഫാമിലിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിനിടയിൽ കിടന്ന് മെയിൻ ആവുന്ന ഷുഗർ മിൽക്ക് കാക്ക. എന്താ ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ ആണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വാച്ചല്ല, വാച്ചൊന്നല്ല. ഇവിടെ എന്തോ ചർച്ച നടക്കുന്നുണ്ട് ഗൈസ്. എന്താന്നറിയില്ല, എന്തൊക്കെ നടക്കുന്നുണ്ട്. കുണ്ടിയാണ് കുട്ടികളൊക്കെ പൊട്ടിച്ചോണ്ടോണ ആളാ. കയ്യില് ഒരു സാധനം എന്താണ് ഞങ്ങളെ ഇതാണ് അൻസിയ. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അൻസിയാനെ കുറെ കാലമായി കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ടല്ലോ ഒരു അഡ്രസ് അല്ലേ ഉണ്ടാവും. നമ്മള് കല്യാണം കഴിഞ്ഞ് വരുത്തിട്ട് നമ്മളത്തേക്ക് മെസ്സേജ് ഒക്കെ അയക്കാം. ഒരു ചിത്രശലഭം പോലെ ആഴ്ചമ്മ പാറി നടക്കണു. ആയിച്ചമ്മ ഒരു ഹായ് തരൂ, ഒരു ഹായ് തരൂ. ആയിച്ചമ്മന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ജസ്ലി എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മളെ അൽമലിക്കാണ് ചെയ്തത്. ഷാജു എന്റെ അവസാനത്തെ ചെറിയൊന്ന് കാണട്ടെ. എന്റെ ഷാജുവിന്റെ ഹൃദയമാണ് ഇതിന്റെ ഉള്ളിൽ. ആ ജസ്ലി കൊണ്ടേ കൊടുക്കേ, കൊണ്ടേ കൊടുക്ക. അഞ്ച് പെണ്ണുങ്ങളെയും തുറക്കാന്റെ പെണ്ണുങ്ങൾ. ഓക്കെ ഓക്കെ. ഈ അങ്ങാടി പൈക്കളെ ഇവിടുന്ന് കൊണ്ടേക്കാണ്. ആരും മൈൻഡ് ചെയ്യണില്ലല്ലോ. ഒന്നുകൂടി അനൗൺസ് ചെയ്തോളൂ. ഇപ്പോൾ ഇതാ രണ്ടങ്ങാടി പൈക്കള്. നമ്മുടെ ഷാജുവിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മാവ ആശി, അവരുടെ ക്യൂട്ട് വൈഫ് ആയിട്ടുള്ള ജസ്ലി, നാമി. ക്യൂട്ട് എന്താണ് ഗിഫ്റ്റ്?
ഇതാ ക്യൂട്ട്. അത് സർപ്രൈസ് ആണ്. സോ അവരെ തുറക്കരുത് കേട്ടോ. ഓക്കെ ഹാപ്പി അല്ലേ ഷാജു? അത് ആ സൈഡിക്ക് വെച്ചോ. എന്നിട്ട് അത് ആ സൈഡിക്ക് എന്താണ് ഷാജു ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഇന്നെന്താ തൊള്ളർന്ന് പറഞ്ഞൂടെ ഹാപ്പി ആണെങ്കിൽ? അതല്ലേ ബ്രൈഡിന്റെ ഗ്രൂമിന്റെ മുഖത്ത് ആ ഹാപ്പിനെസ് വരണം. നാളെ കൂടെ എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഹാപ്പിനെസ് തരാം. എനിക്കൊന്നും ഒരു ഹാപ്പിയും കിട്ടുന്നില്ല. എന്താ ചിലക്കണു? നിന്റെ കല്യാണത്തിനൊക്കെ ഞാൻ ഫുള്ള് ചെറിയും കളിയായിരുന്നു. ഞാൻ ടെൻഷനൊന്നും എടുക്കരുത്. ഇതാ ഇത്രയും വലിയ മഹാറോ അവളെങ്ങനെ ദുഃഖെടുക്കുക? കല്യാണം കഴിക്കാൻ പൂതിയ. അപ്പൊ എന്റെ കഴിഞ്ഞതെന്താ? അനക്കുണ്ടോ? അനക്ക് കല്യാണം കഴിക്കാൻ പൂതിയുണ്ടോ? ഫോട്ടോ എടുക്കാൻ വന്നിക്കാണ്. പിള്ളേരൊക്കെ ഉണ്ട്. ഹായ് പറഞ്ഞാണ്. ഹായ് പറയോ. ഒരു ഫോട്ടോ എടുക്കത്താ. അൽമൽക്കന്റെ ഷംനമ്മയുടെ അവിടെ ഉണ്ട്. ഒരു പ്രിൻസസിനെ പോലെ അൽമൽക്കയുടെ ഷംന, അതുപോലെ അൻസിയ, ഒരു ചെകുത്താനെ പോലെ അൻസിയ. അതാ നമ്മുടെ ആയിട്ടില്ല. ഒരു ഫോട്ടോ എടുക്കാതെ ഞങ്ങളപ്പോ നിൽക്കൂലെന്ന്. വീണ്ടും വീണ്ടും പ്ലിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കല്യാണത്തിലും ഓരോ സ്റ്റേജുകളിലും ജസ്ലിന്റെ പ്ലിങ് ആയി കല്യാണത്തിന് എല്ലാരും ഇതേപോലെ വന്ന് നിന്നേക്കണേ. ആരാ ഒരു കാട്ടപ്പൻ അതിനെപ്പി നിക്കണതേ. ഒന്നും ആലോചിച്ച് നോക്കാം. എനിക്ക് വാവന എനിക്ക് വിശ്വാസം. മണവാളനെ പണിയില്ല. പക്ഷെ മണവാളന് ചെറിയ എനിക്ക് വാവ കല്യാണം ഓർമ്മയില്ലേ? ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വാവ സ്റ്റേജിൽ കയറിയത്. അതൊന്ന് ഓർത്താൽ മതി. നല്ലത്. മണവാളന് മുമ്പ് മാറിക്കോൾ തുറക്കട്ടെ.
ആ എന്തൊക്കെയാ കൊടുക്കണ്ട് ഇവര്. ആടാ ഓക്കെ. പെണ്ണുങ്ങളെ കൊണ്ടുപോയിക്കോ. ആ ആ അവരാണെങ്കിൽ നല്ലത്. അങ്ങനെ സൈഡെത്തണം. അത് അവർ നടന്നു തരണം. അങ്ങ് ഇരിക്കാൻ വരാതെ പിന്നെ ഏറെ കയറ്റിട്ടല്ലോ. കൂടെ പഠിച്ചല്ല ക്ലാസ്സിൽ അവിടെ എടാ വാവേ കുറച്ച് കുട്ടിക്കൊക്കെ കാണില്ല. ആ കുട്ടിക്ക് പറയും. ആ കഴിഞ്ഞു. കുറെ കഴിഞ്ഞു. ഇനിയുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഉണ്ട് ലജ്ജാവതി നിന്റെ കള്ളക്കടക്കൺ നിന്നെ കണ്ടിപ്പോ ചീത്തേക്കൂ. എനിക്ക് മുട്ടായി വാങ്ങി തരുമോ? ഇതാണ് പാപ്പാന്റെ ദിവസം അവിടെ ഇന്ന ഈ മുട്ടായി നാട്ടിൽ എളുപ്പമോ? ലജ്ജാവതി നിന്റെ കള്ളക്കടക്കൺ അൽഹംദുലില്ലാ 1 മണിക്കൂറായി. ഓക്കെ ടാറ്റ. ഓക്കെ റനക്കേതിലും ടീൻസ് കുട്ടികളുണ്ടോ? അല്ല 5 കൂട്ടി ഇതിനൊക്കെയാണ് എവിടേക്കേ കണ്ടുക്കണു, എവിടെ ചോർന്നില്ല. ഇത് വേണ്ട പറയണ്ട. ഇതാണ് ആ ജിമ്മിനൊക്കെ ഒന്ന് പോണല്ലേ? എത്രയാ പഠിക്കണേ? 20 19 20 ഡ്രസ്
ഒരു രക്ഷയില്ല. എനിക്ക് ഷാജിനോട് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഇനി എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? അതായത് നമ്മുടെ ഇന്നത്തെ പുയ്യാപ്പിളയാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ ഈ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും പറയാനുള്ളത്? എന്താ പറയാലോ? അൽഹംദുലില്ലാഹ് ഒതുക്കരുത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ ഈ കോസ്റ്റ്യൂംസ് ഞാൻ ഫസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്താണ് നമ്മളെ പിന്നെ കട പറഞ്ഞത്. പറയുന്നത് വേർതും എന്താണ് ഈ നിമിഷം ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ. കണ്ട അഹങ്കാരേ. ഗൈസ്, അപ്പോൾ 1 മണിക്കൂറത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. 1 മണിക്കൂറോ? ഇതുകൊണ്ട് ഞാൻ ഇവിടെ തൃപ്തിപ്പെട്ടു. നിങ്ങളെല്ലാരും ഒന്ന് നെട്ടിയടാ, നിശോക്കായോ? 1 മണിക്കൂർ നിന്റെ ഇതിനവിടെ കൊന്നിട്ട് സമയം ലേറ്റ് പോണു. ഷാജുവിനെ പറ്റിയൊരു പാട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ പറയുമ്പോ ഫേസ് എടുത്ത് നോക്കിയാ മതിട്ടോ. ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല, ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല, എന്തിനാട് കൊന്നിട്ട് എന്തിനാട് സോഫ്റ്റ് ആയിട്ട് ശരിക്കും ഷാജി, സോഫ്റ്റ് ആയിട്ട്. ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല. അപ്പൊ കപ്പിൾ എടുക്കാൻ വരില്ല. കൈ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാനില്ല, നീയില്ല, നമ്മളില്ല. റെഡി അല്ലേ? ഓക്കെ. കൈ ഞാൻ എടുക്കാൻ പണ്ടാറന്നെ സ്റ്റേജ് ഞാൻ നല്ലപോലെ എടുത്തിന്നോളെ. അതങ്ങാനും എടുത്തുങ്ങാണ്ട് അവിടെ മറിഞ്ഞാല് പിന്നെ ടെസ്റ്റ് അടിക്കാം. ചെന്നിട്ട് സമയം 80 കിലോ ഉണ്ട്. അതിനെന്താ കിലോ ഒന്ന് കൂട്ടി പറയണേ. ഇതാണ് പറഞ്ഞത്. പ്രവേശനം ഇല്ലാന്ന് എഴുതി വെച്ചിട്ട് പോണൊക്കെ. ഇഞ്ചിലില്ല. അല്ല, ഞാൻ പോവുക. എന്നാ അങ്ങനെ നിക്കാൻ സമയല്ല. തീരമോടിക്കോഴി ഉറങ്ങി വെണ്ണില ചന്ദനക്കിണ്ണം അച്ഛമ്മ ചെറി ചിരിച്ചേ പല്ലായിട്ട് ചിരിച്ചേ. ഷാജി ഒന്ന് പല്ലായിട്ട് ചിരിച്ചേ പല്ലായിട്ട് ചിരിച്ചേ. ഷാജി ഷാജി ഫോട്ടോ ചിരിച്ചേ. അങ്ങോട്ട് നോക്കണ്ട. ഒന്ന് നേരം ഫ്രണ്ട് സോറി, ഞാൻ എങ്ങനെ ഫ്രണ്ട് ബെൻഡായി ഫേസ് ഓക്കെ. നോസ് ടച്ച് ചെയ്തോ ഞാൻ പറയുമ്പോ. നോസ് പറഞ്ഞ കണ്ണല്ലേ? കണ്ണടാ നോസ് പറഞ്ഞ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാനില്ല, നീയില്ല, സാരില്ല,